सैयारा तू तो बदला नहीं है, मौसम जरा सा रूठा हुआ है। सैयारा तू तो बदला नहीं है, दिल कहीं खोया टूटा हुआ है। എന്താടാ വിശ്വത്, താൻ രമയെ കൂടി കരയിച്ചല്ലോ. താനല്ലേ അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്. ഇപ്പോ എങ്ങനുണ്ട്? താനിപ്പോ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ് അരവിന്ദ്. എനിക്കറിയേണ്ടത് എന്റെ മോനെ കുറിച്ചാണ്. ആ ഫയലില് ഞാൻ കണ്ടതെന്താ? ഞാൻ പറയാം, പിന്നെ മുഴുവൻ കേൾക്കാതെ നേരത്തെ പോലെ പാനിക്കാവരുത്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതത്ര പേടിക്കേണ്ട ഒരു ഡ്രഗ് അല്ല, പക്ഷേ അത്ര സിമ്പിളായിട്ട് എടുക്കേണ്ട കാര്യവുമല്ല. ഞാൻ പേടിക്കേണ്ട എന്ന് പറഞ്ഞത് ഇതത്ര വീര്യം കൂടിയ ഒരു ഐറ്റം അല്ല, വളരെ വീര്യം കുറഞ്ഞ പക്ഷേ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഡ്രഗാണ്. വിഷനേക്കാളും ശബരിക്കാണല്ലോ ആരവിനോട് കൂടുതൽ എടുപ്പം. അതുകൊണ്ട് വിഷനെ വിളിച്ച അതേ സമയം തന്നെ ഞാൻ ശബരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷനെ കാണാൻ വരുന്നതിന് മുമ്പ് ഇക്കാര്യം ഞാൻ ശബരിയോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൻ്റെ ഒരു ശിഷ്യനുണ്ടല്ലോ, ഒരു IPS കാരൻ, അജ്മൽ അബ്ദുൾ സലാം, അയാളെയും കൂട്ടി ശബരി ഇങ്ങോട്ട് വന്നിരുന്നു. ഞങ്ങളൊരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിൻ്റെ ഒരു ടോട്ടൽ റിസൾട്ട് ഞങ്ങൾ പറയാം. അജ്മൽ അങ്കിള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരവിനതിലൊരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരി, അവൻ അങ്ങനെ ചെയ്യോടാ? ആന്റിക്ക് എന്നെ വിശ്വാസമല്ലേ? ഞാനിവിടെ വളരെ കോൺഫിഡൻസോടല്ലേ നിൽക്കുന്നത്. എനിക്ക് ഉറപ്പാണ് അവൻ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ല. ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത് എന്നുള്ളത് വിട്. ഞാൻ എത്ര കാലം അവൻ്റെ കൂടെ നടന്നിട്ട് അവൻ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാനത് തിരിച്ചറിയാതെ പോകും. ഇത് എന്താണ് ഇതിന്റെ എഫക്റ്റ്? എനിക്ക് അതൊക്കെയാണ് അറിയേണ്ടത്. വിശ്വ, ഞാനൊരു ഡോക്ടർ എന്ന നിലയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ ഈ മെഡിസിൻ്റെ ഒരു എഫക്റ്റും ഈ മെഡിസിൻ എന്താണെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിനാണ് ഞാൻ അജ്മലിനെ വിളിച്ചത്. നിന്റെ സഹായം തേടാനാണ് ഞാൻ ആദ്യം നിന്നെ വിളിച്ചത്. പക്ഷേ ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നത് ഒരു IPS ഓഫീസറിൻ്റെ ബുദ്ധിയോടെയല്ല, അവൻ്റെ അച്ഛനായിട്ടാണ്. എനിക്ക് നിന്റെ IPS ബുദ്ധിയാണ് ഇപ്പോൾ ആവശ്യം. അതാണ് നിന്റെ മോനും ഉപകരിക്കൂ. ഇത് കണ്ടോ, ആരവിൻ്റെ ബ്ലഡ് സാമ്പിളിൽ നിന്നും കണ്ടത് കഞ്ചാവ് പോലെ അല്ലെങ്കിൽ ഹെറോയിൻ പോലെ ചെടികളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം മയക്കുമരുന്നല്ല. കൃത്യമായി പറഞ്ഞാൽ MDMA പോലെ ലാബിൽ തന്നെ രാസവസ്തുക്കൾ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു തരം ഡ്രഗ് തന്നെയാണ്. പക്ഷെ നീ അതിനെ MDMA വെച്ചൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. MDMA പോലെ വീര്യം കൂടിയൊരു ഡ്രഗ് അല്ല ഇത്. പലതരം വിഭ്രാന്തികൾ കാണിക്കും, കാണാത്ത കാഴ്ചകൾ കാണും, ഇമാജിനേഷൻ, ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാവും. ഈ മാജിക് മഷ്റൂം എന്ന് കേട്ടിട്ടില്ലേ? അതിലൊക്കെ കാണുന്ന ഒരു കെമിക്കലുണ്ട്, സൈലോസിബിൻ. അതിൻ്റെ അളവ് ഇതിൽ കൂടുതലാണ്. സൈലോസിബിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് അത്തരം ഫീൽസ് ഒക്കെ ഉണ്ടാവുന്നത്. റിയാലിറ്റിയിൽ നിന്ന് മാറും. സത്യം പറഞ്ഞാൽ ഏകദേശം ഡ്രഗിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡോപാമിൻ ഉണ്ട്, ഒരുതരം ഹാപ്പി ഹോർമോൺ. എന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് നമുക്ക് നല്ല ഫുഡ് കഴിച്ചാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ
അങ്ങനെ എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ? അത്തരം ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഡ്രഗ്സ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഇതിന് വീര്യം വളരെ കുറവാണെങ്കിലും ഇതിൻ്റെ എഫക്റ്റ് ഒരു 4-5 ദിവസം നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. മാത്രമല്ല ഇതിനൊരു ആൻറ്റിഡോട്ടും ഉണ്ട്. ഈ ഡ്രഗ് യൂസ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ആൻറ്റിഡോട്ട് എടുക്കാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ അയാൾ മറ്റൊരാളെ ഏൽപ്പിച്ചിരിക്കണം, അതുമല്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കണം. അല്ലാത്ത പക്ഷം ഈ ഡ്രഗ് യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്ത കാര്യമോ താനിപ്പോൾ ഏത് അവസ്ഥയിലാണെന്നോ താൻ ആരായിരുന്നെന്നോ ഒന്നും അയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റിഡോട്ട് എടുക്കാതെ ഏകദേശം 4-5 ദിവസം അയാൾക്ക് മറ്റൊരാളായി ജീവിക്കേണ്ടി വരും. 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ ക്രമേണ പതുക്കെ പല പല ഓർമ്മകളിലൂടെ കടന്നു വന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നേക്കാം. ഈ ഡ്രഗ് നമുക്ക് യൂസ് ചെയ്യുന്ന ആൾ അറിയാതെ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഒക്കെ കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ടേസ്റ്റോ മണമോ ഒന്നും ഇതിനില്ല. പിന്നെ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ സ്നേഹം കാണിക്കുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ, അതാരായിരിക്കട്ടെ, അതാരാണെങ്കിലും അവർ പറയുന്ന എന്തും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ ചെയ്തിരിക്കും. അത് അയാളുടെ റിയൽ ലൈഫിൽ അയാൾ വെറുക്കുന്ന കാര്യമോ അയാൾ ഭയക്കുന്ന കാര്യമോ എന്തും തന്നെ ആവട്ടെ, ഈ ഡ്രഗ് യൂസ് ചെയ്ത ശേഷം സ്വന്തം ജീവൻ വരെ അയാൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ തയ്യാറാകും. ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ ഡോപാമിൻ റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ അവർക്ക് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, എപ്പോഴാണ് ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഈ ഡ്രഗ് തരുന്നയാൾ അല്ലെങ്കിൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി ആരോ അയാളൊരു ദൈവമായിരിക്കും. ആ ദൈവം തരുന്ന ഇൻസ്ട്രക്ഷൻ അതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്നൊരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോഴാണ് അവർക്ക് ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ ഡോപാമിൻ റിലീസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, എനിക്കിപ്പോൾ നിന്നെ കൊണ്ട് ഒരാളെ കൊല്ലിക്കണമെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡ്രഗ് തനിക്ക് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തി തന്നാൽ മതി. ഞാൻ എന്തു പറയുന്നു നീ അതുപോലെ ചെയ്യും. തനിക്ക് അത് റിയൽ ലൈഫിൽ ചെയ്യാൻ ധൈര്യമോ മടിയോ വെറുപ്പോ എന്തു തന്നെ ഉണ്ടായാലും ഈ മരുന്ന് കഴിച്ചാൽ നീ അതെല്ലാം ചെയ്യും. കാര്യം കഴിഞ്ഞാൽ ഞാൻ നിനക്കൊരു ആൻറ്റിഡോട്ട് തന്നാൽ താൻ ചെയ്തതും ഞാൻ തന്ന ഇൻസ്ട്രക്ഷനും എല്ലാം താൻ മറക്കും. എന്നൊക്കെ വെച്ചാൽ ഞാൻ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ആരും അറിഞ്ഞുകൊണ്ട് ഈ ഡ്രഗ് യൂസ് ചെയ്തതല്ല, മറ്റൊരാൾ അവരുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ആരവിനെ യൂസ് ചെയ്യാണെന്നോ, അവനെ കൊണ്ട് ഈ ഡ്രഗ് ഉപയോഗിപ്പിച്ച് അവനറിയാതെ അവനെ ഒരു അടിമയാക്കി വെച്ചതാണെന്നോ? എക്സാക്ട്ലി അങ്ങനെ തന്നെയാണെങ്കിൽ ഞങ്ങൾ ആരവിൻ്റെ മുറി, ആരവിൻ്റെ ഹോസ്റ്റൽ മുറി, പിന്നെ അവൻ്റെ വെഹിക്കിൾസ് എല്ലാം ചെക്ക് ചെയ്തതാണ്. അതിലൊന്നും ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്ക് ഉള്ള ലക്ഷണങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. സാധാരണ ചില ATM കാർഡ്സ്, ചുരുട്ടിയ നോട്ട്, അങ്ങനെ കുറേ ലക്ഷണങ്ങൾ കാണേണ്ടതാണ്. പക്ഷേ ആരവിൻ്റെ മുറിയിലോ ഡ്രസ്സിലോ അവൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾസിലോ ഒന്നും ഞാൻ അത്തരത്തിലുള്ള ഒരു ലക്ഷണവും കണ്ടില്ല. മാത്രമല്ല, ഈ ഡ്രഗ് ഉപയോഗിച്ചാൽ 4-5 ദിവസം അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ ആരവിനെ സ്ഥിരമായി കാണുന്നവരും ശബരിയും ഒരിക്കലും ആരവിനെ മറ്റൊരു വ്യക്തിയായി, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മറ്റൊരു വ്യക്തിയാവുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. അതിനർത്ഥം ആരവിനെ ആരോ യൂസ് ചെയ്ത ശേഷം കൃത്യമായി ആൻറ്റിഡോട്ട് കൊടുക്കുന്നുണ്ട് എന്നല്ലേ, അവൻ്റെ ഓർമ്മകളെ മായ്ച്ചു കളയുന്നു എന്നല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോട്ടൽ സ്റ്റോറി അങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ആരോ അവരുടെ ആവശ്യം നടത്താൻ വേണ്ടി ഈ ഡ്രഗ് ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തി ആരും അറിയാതെ അവന് കൊടുക്കുന്നു. ഈ ഡ്രഗ് ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ അവൻ മറ്റൊരു വ്യക്തിയാവും. അവൻ കാണാത്ത പലതും അവൻ കാണും. മനസ്സിന് വല്ലാത്ത വിഭ്രാന്തി ഉണ്ടാവും.
അവൻ യഥാർത്ഥ ജീവിതത്തിൽ എന്തെന്ന് അവൻ മറന്നുപോകും. ഈ ഡ്രഗ് കൊടുത്ത ആൾ എന്തു പറഞ്ഞാലും, അതായത് യഥാർത്ഥ ജീവിതത്തിൽ അവൻ വെറുക്കുന്നതോ അല്ലെങ്കിൽ അവന് തെറ്റാണെന്ന് തോന്നുന്നതോ, അതുമല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അവന് ചെയ്യാൻ മടിയുള്ള, അവന് ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങളോ എന്തു തന്നെ ആയാലും അവൻ ചെയ്തിരിക്കും. ആ ഡ്രഗ് കൊടുത്തയാൾ അവൻ്റെ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ അവൻ്റെ ഒരു ദൈവത്തെ പോലെയായിരിക്കും. ആ മാസ്റ്ററെ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. ഒരുപക്ഷെ ഇത് അവൻ തന്നെ ചെയ്യുന്നതാണെങ്കിൽ, അവന് ചെയ്യാൻ ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വിഷയം ചെയ്യാൻ വേണ്ടി അവൻ തന്നെ തിരഞ്ഞെടുത്ത വഴിയാണെങ്കിൽ, ആന്റിഡോട്ട് കൊടുക്കാൻ വേറൊരാളെ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആയിക്കൂടെ? വിശ്വട്ടാ പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ. സോറി അമ്മോ, നമുക്ക് സത്യം അറിയുകയല്ലേ വേണ്ടത്. അവനെ ഇതിൽ നിന്നും രക്ഷിച്ചെടുക്കുകയല്ലേ വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പല വഴിയിലൂടെയും സഞ്ചരിക്കേണ്ടി വരും. അങ്കിളെ, അങ്ങനെ ആവാൻ ഒരു വഴിയുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആരെന്ന് തന്നെ അവൻ മറന്നുപോകും. അവൻ്റെ ലക്ഷ്യമോ ആഗ്രഹമോ ഒന്നും അവന് ഓർമ്മയുണ്ടാവില്ല. മാത്രമല്ല, എല്ലാ ഡ്രഗ്സിനെ പോലെയും ഈ ഡ്രഗ്സ് യൂസ് ചെയ്താലും അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു ഹാപ്പി ഹോർമോണിൻ്റെ റിലീസാണ്. അത് കിട്ടണമെങ്കിൽ ഈ ഡ്രഗിൻ്റെ കേസിൽ അവൻ യജമാനാണെന്ന് കരുതുന്ന വ്യക്തിയുടെ ഇൻസ്ട്രക്ഷൻ, ആഗ്രഹങ്ങൾ എല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിലാണ്. അപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ സാധിക്കാനും പിന്നെ ഒരു ഡോപാമിൻ റിലീസിന് വേണ്ടിയിട്ടും ആരും ഈ ഡ്രഗിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉന്മാദത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവന് മറ്റേതെങ്കിലും ഡ്രഗ് യൂസ് ചെയ്താൽ പോരെ. എന്തിന് അവൻ്റെ കൺട്രോളിലല്ലാത്ത ഈ ഡ്രഗ് തന്നെ ഉപയോഗിക്കണം? അരവിന്ദ്, ഇത് അവന്റെ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിൽ നിന്നും എൻ്റെ മോന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? എല്ലാ മയക്കുമരുന്നുകളും ടോക്സിക് തന്നെയാണല്ലോ. നോർമൽ കോൺഷ്യസ് മൈൻഡിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് മാറുക, റിയാലിറ്റിയിൽ നിന്ന് മാറുക, ഇതൊക്കെ പേടിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഈ ഡ്രഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് കൊടുക്കുന്ന ആൾക്ക് അവനെ സ്വാധീനിക്കാൻ സാധിക്കും. അവനെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും. എന്തും എന്ന് വെച്ചാൽ എന്തും. ഒരാളെ കൊല്ലിക്കാൻ വരെ പറ്റും. മറ്റെല്ലാ മയക്കുമരുന്നിനേക്കാളും ആ തരത്തിൽ നോക്കിയാൽ ഇതല്പം ഡേഞ്ചറാണ്. അരവിന്ദ്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത്. മുംബൈയിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലെ ഡോക്ടർ എൻ്റെ സുഹൃത്താണ്. അവനോട് സംസാരിച്ചപ്പോൾ അറിയാൻ പറ്റിയത്, ആരവ് ഇത് അറിയാതെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും അവൻ്റെ ബോഡി ഈ ഡ്രഗിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡ്രഗ് കൊടുക്കുന്നതാരോ അവനെ കണ്ടുപിടിച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചാലും അവന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ അവൻ എത്ര കാലം കൊണ്ട് ഇതിൽ നിന്നും റിക്കവർ ആകും എന്നത്, അവൻ എത്ര കാലമായി ഇത് യൂസ് ചെയ്യുന്നു എന്നതിനെയും പിന്നെ എത്ര ക്വാണ്ടിറ്റി അവൻ യൂസ് ചെയ്തു എന്നതിനെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ആരവിനെ ഇതൊന്നും അറിയിക്കാതെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നത് വേറൊരു റിസ്ക് ആണ്. എന്തായാലും ആദ്യം ഇതിന്റെ സോഴ്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. പിന്നെ അവന്റെ ആവശ്യം എന്തായിരുന്നു എന്നതും അറിയണം. അതിനുശേഷം എൻ്റെ മോനെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണം. എന്തായാലും ഇങ്ങനൊരു കാര്യം ഒരിക്കലും ആരും അറിയരുത്. അങ്ങനെ ഏറെ നേരത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് ആ മീറ്റിംഗ് അവിടെ അവസാനിച്ചത്. പിന്നെയും കുറെ നാൾ ഒത്തുകൂടുകയും ചർച്ച നടത്തുകയും പല ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്തു. എല്ലാവരും കൃത്യമായി ആരവിനെയും വിശ്വേട്ടന്റെ അച്ഛനെയും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സംശയത്തിന്റെ നിഴലായതുകൊണ്ട് ഡോക്ടർ അരവിന്ദ് വിശ്വേട്ടന്റെ അച്ഛനെ വിസിറ്റിംഗ് റൂമിൽ തടഞ്ഞു വെച്ചു. ഇതറിഞ്ഞ ആരവ് അവിടെ നിന്ന് ഇറങ്ങി വിശ്വേട്ടന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. വിശ്വേട്ടനും അജ്മലും അങ്ങനെ എല്ലാവരും അപ്പോഴും അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ആരവിന്റെ കൂടെ അച്ഛനുണ്ടായിരുന്നില്ല, ധർമാനന്ദപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ വിശ്വസനും സഹോദരനെ പോലെ ഒക്കെയുള്ള ആളായിരുന്നു ധർമാനന്ദപ്പം. വിശ്വേട്ടനും ആരവിനും ഒക്കെ
സുപരിചിതനായ ധർമാനന്ദ ഗൗഡ എന്ന ധർമാനന്ദപ്പ ആരവിന് അവന്റെ അപ്പാപ്പയെ പോലെ തന്നെ പ്രിയപ്പെട്ടവനായിരുന്നു. എങ്കിലും അച്ഛന്റെ വിശ്വസ്തനായ ധർമാനന്ദപ്പ ആരവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അച്ഛന്റെ പുതിയ കെട്ടിടം എവിടെയാവും എന്നൊക്കെ അറിയാൻ തന്നെയാണ് അവർ ആ കാർ പിന്തുടർന്നത്. പക്ഷെ അവരെത്തിച്ചേർന്നത് കാടിന്റെ നടുവിൽ ഒരു പഴയ ബിൽഡിങ്ങിലേക്കാണ്. നിഗൂഢവും ദുർഗന്ധം വമിക്കുന്നതുമായ പഴയ ബ്രിട്ടീഷ് നിർമ്മാണ രീതിയിലുള്ള ഒരു പഴയ കെട്ടിടമായിരുന്നു അത്. അവിടെ എത്തിയപ്പോഴേ വിശ്വട്ടന്റെ ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നിയിരുന്നു. അകത്തെത്തിയപ്പോ അവർ കണ്ട കാഴ്ച ആരോ ഒരു ഡെഡ് ബോഡിയെ തുണ്ടം തുണ്ടമായി മുറിച്ചു മാറ്റുന്നതായിരുന്നു. ആ മുഖഭാവവും പ്രവൃത്തിയും ഭാവവും ഒന്നും ആരവിൻ്റെതായിരുന്നില്ല. വിശ്വട്ടനെ കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന ധർമാനന്ദപ്പ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കൂടെ ഉണ്ടായിരുന്നവർ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. ആരോ ഒരു കൂസലും കൂടാതെ വളരെ ശാസ്ത്രീയമായി കഷ്ണങ്ങളാക്കിയ ഡെഡ് ബോഡിക്കിടയിലൂടെ നടന്ന് കൈയും മുഖവും കഴുകി കൂസലില്ലാതെ നടന്നു. വിശ്വട്ടൻ അതുകൊണ്ട് താഴ്ന്നു വീണുപോയി. കണ്ണും ഹൃദയവും കരളും കിഡ്നിയും ഒന്നുമില്ലാത്ത അനേകം ശവശരീരങ്ങൾ പിന്നെയും അവിടെ ഉണ്ടായിരുന്നു. അവയവ കച്ചവടം നടത്തുന്ന മയക്കുമരുന്ന് മാഫിയയുടെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നു അത്. പിടികൂടിയ 2 ക്രിമിനൽസിനെയും ആരവിനെയും ബോധം കെടുത്തിയാണ് അവിടെ നിന്നും കൊണ്ടുവന്നത്. പിന്നെ ഡോക്ടർ അരവിന്ദ് നിർദ്ദേശിച്ച മുംബൈയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ 6 മാസത്തെ ട്രീറ്റ്മെന്റ്. ആരവ് ഒരു ഡോക്ടറാണെങ്കിലും ഈ ഡ്രഗ് എടുത്താൽ മറ്റൊരാളായി മാറും എന്നിരിക്കെ ഇത്രയും ശാസ്ത്രീയമായി അളന്നു മുറിച്ച് അവൻ ഈ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 വർഷമെങ്കിലും അവൻ ഇത് ചെയ്തുകൊണ്ടിരുന്നിരിക്കണം. അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ നിരീക്ഷണത്തിൽ എന്നൊക്കെയാണ് മുംബൈയിലെ ഡോക്ടറിന്റെ കണ്ടെത്തൽ. അങ്ങനെ 2 വർഷമൊക്കെ തുടർച്ചയായി ഉപയോഗിച്ചത് കൊണ്ടായിരിക്കണം താരതമ്യേന വീര്യം കുറഞ്ഞ ഈ ഡ്രഗിന് 1-2 മാസം മതിയെന്നിരിക്കെ ആരവിന് തുടർച്ചയായ 6 മാസത്തെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകേണ്ടി വന്നു. പിന്നീട് 1 മാസം മൂക്കമായ ഒരു മൗനമായിരുന്നു. മുംബൈയിലെ ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിന് അനുവദിച്ചിരുന്നില്ല. വീട്ടിലും വിശ്വട്ടൻ ആരവിനെ കാണാൻ അച്ഛനെ അനുവദിച്ചില്ല. അവസാനം അച്ഛനും വിശ്വട്ടനും ഒരു വാക്പോര് തന്നെ നടന്നു. അവന് മയക്കുമരുന്ന് കൊടുത്ത് ഈ പാപമെല്ലാം ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ല അല്ലേ? അവന്റെ മനസ്സ് തകർത്ത് അവനൊരു ഭ്രാന്തനാക്കിയിട്ടും ഈ ചെറുപ്രായത്തിൽ തന്നെ ആരോഗ്യം നശിപ്പിച്ച് ഇങ്ങനെ രോഗിയാക്കിയിട്ടും നിങ്ങൾക്ക് മതിയായില്ല അല്ലേ? നിങ്ങൾക്കറിയോ, ഇപ്പൊ എന്റെ കുഞ്ഞിനെ ഒരു രുചി പോലും അറിയാൻ പറ്റില്ല. അവന്റെ നാക്കിന്റെ രുചി അറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. നിങ്ങൾ അവനെ മനുഷ്യനായല്ല വളർത്തിയതെന്ന് എനിക്കറിയാം. അവന്റെ വികാരങ്ങളും വിചാരങ്ങളും സ്നേഹവും ഒന്നും തിരിച്ചറിയാനുള്ള ശേഷി പണ്ടേ നിങ്ങൾ മരവിപ്പിച്ചു. ഇപ്പൊ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പോലും രുചി അറിയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പറയുമ്പോ വെട്ടാനും കുത്താനും നടക്കുന്ന ഒരു അടിമയായിരുന്നു. ഇപ്പൊ ഏതാണ്ട് അതുപോലെയായി. അവനെ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനായി മാറ്റി കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ദയവായി തടസ്സം നിൽക്കരുത്. നിങ്ങൾ തന്നെ വളർത്തി വലുതാക്കിയതല്ലേ ധർമാനന്ദ ഗൗഡയെ. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞ് എന്റെ മുന്നിൽ നാടകം കളിക്കരുത്. എന്റെ അച്ഛനാണ് എന്ന ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോ എന്റെ മുന്നിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത്. ഇനി എന്നെ അച്ഛനെ കൊന്നൊരു മകനാക്കി മാറ്റരുത്. ദയവായി ഇവിടെ നിന്ന് പോയി തരാമോ? ദയവായി ഇനി എന്റെയും എന്റെ മോന്റെയും കൺമുന്നിൽ വരരുത്. എന്റെ ഒരു അപേക്ഷയാണ്. അന്ന് ആ പോക്ക് പോയ വിശ്വട്ടന്റെ അച്ഛൻ സ്വന്തം കൈകൊണ്ട് തന്നെ ധർമാപ്പയെ കൊന്നു. അന്ന് അജ്മൽ വിശ്വട്ടനെ കാണാൻ വന്നു. അങ്കിളെ, ആർക്കും നിയമമൊന്നും കയ്യിലെടുക്കാനുള്ള അവകാശമില്ലല്ലോ. ഞാൻ പരമേശ്വരൻ സാറിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതൊന്ന് സാറിനെ അറിയിക്കണമെന്ന് തോന്നി. അത് ആരോ കേട്ടു. അവന്റെ എതിർപ്പിനും ബഹളത്തിനും ഇടയിൽ ഞാൻ നിന്റെ അപ്പാപ്പനെ കൊല്ലുന്നതിലും ഭേദം അയാൾ ജയിലിൽ കിടക്കട്ടെ എന്ന് വിശ്വട്ടൻ ഒരു വാക്ക് പറഞ്ഞു പോയി. യഥാർത്ഥത്തിൽ ധർമാപ്പ വലിയൊരു അവയവക്കടത്ത് മാഫിയക്കും ഡ്രഗ് മാഫിയക്കും അടിമയായത് വിശ്വട്ടന്റെ അച്ഛന് അറിവില്ലാത്ത കാര്യമായിരുന്നു. അറിഞ്ഞപ്പോൾ അതിന്റെ കണ്ണുകളെ തേടി പിടിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അദ്ദേഹം. ഇതറിഞ്ഞ വിശ്വട്ടൻ നിശബ്ദനായി അച്ഛനെ പിന്തുടർന്നുണ്ടായിരുന്നു. ഈ മയക്കുമരുന്ന് മാഫിയെയും ഡ്രഗ് മാഫിയെയും കണ്ടെത്തുക എന്നത് വിശ്വട്ടന്റെ കൂടി ആവശ്യമായതുകൊണ്ട് അച്ഛന് തടസ്സം നിൽക്കുന്ന ചില വഴികൾ ക്ലിയർ ആക്കിക്കൊണ്ട് അച്ഛനറിയാതെ അച്ഛനെ പിന്തുടരുകയായിരുന്നു. പക്ഷേ അന്ന് ആരവിന് ഒരു കോള് വന്നപ്പോഴാണ് ഞാനും അക്കാര്യം അറിഞ്ഞത്. അച്ഛന്റെ മരണം അത് അവനെ ഒരുപാട് തളർത്തി. ആദ്യമേ ഏറെക്കുറെ തളർന്നിരിക്കുന്ന അവനെ ഇതൊരു വലിയ ആഘാതമായിരുന്നു.
പലപ്പോഴും അവൻ നിയന്ത്രണം വിട്ട് കരയുന്നത് കണ്ടിട്ടും ഇക്കാര്യത്തിൽ അവനെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. അന്ന് വിശ്വേട്ടൻ പറഞ്ഞ ആ വാക്ക്, അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിശ്വേട്ടൻ അച്ഛനെ കൊല്ലുമെന്ന വാക്ക്, അവനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും വിശ്വേട്ടനെ അതിന്റെ പേരിൽ ഒരുപാട് പഠിക്കുകയും ചെയ്തു. വിശ്വേട്ടനാണ് അച്ഛനെ കൊന്നത്, വിശ്വേട്ടനാണ് അച്ഛനെ ഒറ്റപ്പെടുത്തിയത് എന്നൊക്കെ അവൻ പല ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ധർമാനന്ദ് ഗൗഡയുടെ ഇല്ലീഗൽ ബിസിനസിന്റെ പാർട്ട്നേഴ്സായി വിശ്വേട്ടന്റെ അമ്മാവന്മാരും ഉണ്ട് എന്നറിഞ്ഞിട്ടും അവർ വിശ്വേട്ടന്റെ അച്ഛന്റെ ജീവന് ഭീഷണിയാവും എന്നറിഞ്ഞിട്ടും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കുറ്റബോധം വിശ്വേട്ടനും അപ്പോഴുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനമായിരുന്നു. അച്ഛന്റെ മരണത്തിന്റെ ഉത്തരവാദി ആരെന്ന സൂചന ഉണ്ടായിട്ട് പോലും വിശ്വേട്ടൻ അത് ആരവിൽ നിന്നും മറച്ചു വെച്ചു. അവനിതിനെല്ലാം പകരം ചോദിക്കാൻ ഇറങ്ങിയാൽ വീണ്ടും അവന്റെ ഭാവി അവതാളത്തിലാകുന്ന വിശ്വേട്ടൻ അറിയായിരുന്നു. അവന്റെ മാനസികാരോഗ്യവും ഭാവിയും ഒക്കെയായിരുന്നു വിശ്വേട്ടന്റെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ അവനെ ഈ ട്രോമയിൽ നിന്ന് റിക്കവർ ആക്കാൻ വേണ്ടി പല വഴിയും വിശ്വേട്ടൻ നോക്കി. ശബരിയെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് പലപ്പോഴും ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവനെ നിർബന്ധിപ്പിക്കുമായിരുന്നു. പക്ഷെ അവനതൊന്നും കാര്യമായിട്ട് എടുത്തേയില്ല. ഒരിക്കൽ വിശ്വേട്ടന്റെ അച്ഛന്റെ അഡ്വക്കേറ്റ് വീട്ടിൽ വന്നു. അവരോട് കുറച്ചു നേരം ആരെ സംസാരിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് അവന് തന്നെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്ന് തോന്നി കാണണം. ശബരിയോടും വിശ്വേട്ടനോടും എന്നോടുമൊക്കെ കൃത്യമായി ഒന്നും പറയാതെയാണ് ഇവിടുന്ന് പോയത്. പിന്നീട് ശബരിയാണ് പറഞ്ഞത്, അവന് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുവെന്നും അത് ഇപ്പോൾ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് അവൻ ഈ ബിസിനസ് ട്രിപ്പ് പോയത് എന്നൊക്കെ. പിന്നീട് അവൻ തിരിച്ചു വരുന്നത് മറ്റൊരാളായിട്ടായിരുന്നു. തിരിച്ചു വന്ന ശേഷം അവൻ എടുക്കുന്ന പല ഡിസിഷനും അവന്റെ ഉയർച്ചയും ഒക്കെ കണ്ട് ഞങ്ങൾ തന്നെ അന്തവിട്ട് നിന്ന് പോയിട്ടുണ്ട്. ബിസിനസിന്റെ കാര്യത്തിൽ അവൻ വിശ്വേട്ടന്റെ അച്ഛനേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് വേണം പറയാൻ. അവന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പോൾ കാണുന്ന ARVയുടെ പവർഫുള്ളായ CEO ആവാൻ അവനധികം സമയമൊന്നും എടുത്തിട്ടില്ല. അമ്മ ആരവൻ ഇപ്പോഴും രുചി തിരിച്ചറിയാൻ പറ്റില്ലേ? കംപ്ലീറ്റ് ആയിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചില രുചികളൊക്കെ തിരിച്ചു കിട്ടാറുണ്ട്. പക്ഷേ അതൊക്കെ തൽക്കാലത്തേക്ക് മാത്രം. അപ്പോഴൊക്കെ ആ രുചി അവന്റെ നാക്കിൽ തന്നെ പിടിച്ചു നിർത്താൻ അവൻ പെടുന്ന ഒരു വെപ്രാളമുണ്ട്. അത് കാണുമ്പോഴാണ് ഈ രുചികൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, നമ്മുടെ ബേസിക് നീഡാണ് അതെല്ലാം എന്നൊക്കെ ഞാനും തിരിച്ചറിഞ്ഞത്. മോൾക്കറിയോ, കുഞ്ഞാകുമ്പോ അവന് എരിവ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ചിക്കനൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതിന്റെ മുകളിൽ ഇത്തിരി മസാല ഉണ്ടെങ്കിൽ പോലും അവനത് കഴിക്കില്ല. എരിവുണ്ടെന്ന് പറയും. ഇപ്പോ അവൻ എത്ര എരിവുള്ള ഭക്ഷണം വേണമെങ്കിലും കഴിക്കും. മാത്രമല്ല എരിവുള്ള ഭക്ഷണമാണ് ഇപ്പൊ ഇഷ്ടവും. എരിവ് മാത്രമാണ് അവന് കുറച്ചെങ്കിലും ഫീൽ ചെയ്യുന്നത്. അതാണോ ആരും ഒട്ടും ഭക്ഷണമൊന്നും കഴിക്കാത്തത്? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമല്ലല്ലോ. നമുക്ക് പലപ്പോഴും രുചിയും കൊതിയും ഒക്കെ ഉണ്ടാവില്ലേ? അവൻ ഭക്ഷണം കഴിക്കുന്നത് അവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. ഒന്നിനോടും കൊതിയും ആശയും ഒന്നുമില്ല. അവന്റെ സ്വഭാവം തന്നെ ഇങ്ങനെയായി മാറാൻ അതൊരു കാരണമായിട്ടുണ്ടാവും. ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ദേഷ്യവും വാശിയും രുചി കിട്ടാത്തതിന്റെ വീർപ്പുമുട്ടലിൽ എല്ലായിടത്തും എറിയുകയൊക്കെ ചെയ്യായിരുന്നു. പതുക്കെ പതുക്കെ അവൻ തന്നെ മനസ്സിലാക്കി തുടങ്ങിയെന്ന് തോന്നുന്നു. അവന്റെ നാക്കിന് രുചിയില്ല. അവൻ അതിനോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. അമ്മ അപ്പാപ്പനെ അച്ഛനാണ് കൊന്നതെന്ന് ഇപ്പോഴും ആരോ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ശബരി പറഞ്ഞറിഞ്ഞതോ അവൻ പതുക്കെ പതുക്കെ മനസ്സിലാക്കിയെടുത്തതോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോ അവന്റെ അച്ഛനല്ല അവന്റെ അപ്പാപ്പനെ കൊന്നതെന്നൊക്കെ അവനറിയാം. പക്ഷേ പണ്ടെന്നോ വന്നുപോയ വിള്ളൽ ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്ന പോലെ. ഒരിക്കലും അവൻ ഞങ്ങളുടെ ദേവൂട്ടനായിട്ട് മാറിയിട്ടേയില്ല. ഇപ്പൊ എനിക്ക് അവൻ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവന് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവണമെന്നേ ഉള്ളൂ. മോൾക്ക് അജ്മൽ ആരാണെന്ന് മനസ്സിലായോ?
അജ്മൽ ഇല്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ, പ്ലസ് ടു പഠിക്കുമ്പോ ആരവ് കമ്പ് കൊണ്ട് ഒരു കുട്ടിയെ കുത്തി പിന്നെ പ്രശ്നമായതൊക്കെ? ആ കുട്ടിയാണ് അജ്മൽ. ആരവ് സ്നേഹിച്ചവരും ഒപ്പം നിന്നവരുമെല്ലാം അവനെ മുതലെടുക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അവന് വേണ്ടി സംസാരിക്കുകയും അവന്റെ ഒപ്പം നിൽക്കുന്നവരെയൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനവൻ ചിലപ്പോ കുറച്ചേറെ സമയമെടുത്തെന്ന് വരും. മോളുടെ കാര്യത്തിലും സ്ഥിതി അങ്ങനെയാണെങ്കിൽ അവൻ അല്പം സമയം കൊടുക്കണം. ഒരു കാര്യം എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് അവൻ ആരെയും ദ്രോഹിക്കില്ല. ഈ മുൻകോപമൊന്നും അവന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് അല്ല. എല്ലാ വികാരങ്ങളും അതുപോലെ പ്രകടിപ്പിക്കാനേ അവൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ അത് മാറണം. അതിനല്പം സമയം അവന് കൊടുക്കണം. ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി. അമ്മ, ഞാനതിന് മോള് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടല്ല. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. മോള് എന്തായാലും റെസ്റ്റ് എടുക്കേ. അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോ വരാം.